ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വിഷയം നമ്മുടെ ഗബ്രി ഔട്ടായതിനെ പറ്റി തുടർന്നാണ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഗബ്രി എന്തായാലും ഔട്ടാവും എന്ന്. കാരണം ഗബ്രി നമുക്ക് കുറേയധികം കണ്ടന്റ് തന്നിട്ടുണ്ട്, നല്ലൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ജാസ്മിൻ. പക്ഷേ ഇന്നത്തെ ജാസ്മിൻ്റെ കാണാൻ പറ്റിയിട്ടില്ല. അയ്യോ ഗബ്രി പോവല്ലേ, അയ്യോ ഗബ്രി പോവല്ലേ ശരിയും വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ അത്രയും സ്നേഹിച്ചത് കൊണ്ടായിരിക്കും. പക്ഷെ അവൻ അത്രയും ഉള്ളതായിട്ടും കണ്ടിട്ട് തോന്നിയിട്ടില്ല. ഗബ്രി ഔട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും നമ്മളെ പറ്റിക്കുന്നതാണോ, സീക്രട്ട് റൂമിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു പോയി. അത് പക്ഷെ അങ്ങനെയല്ല. എന്നേക്കുമായിട്ട് ഔട്ടായെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുറത്തു പോയവർക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ട് ഇനി ഗബ്രി വരുമോ ഇല്ലയോന്നും ബിഗ് ബോസിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേരൊന്നുമില്ല, 1-2 പേര്, അത്രയും വ്യൂസ് ഒന്നുമില്ല. 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ മൈക്ക് വാങ്ങിക്കണം, മൈക്ക് നോക്കിയും കണ്ട് നല്ല നോക്കിയിട്ട് വാങ്ങിക്കാന്ന് വെച്ചിട്ടാണ് വാങ്ങിക്കാത്തത്. എനിക്ക് കുറേ കാലം യൂസ് ചെയ്യണം ഞാൻ. കാരണം ഒന്നും അങ്ങനെ നോക്കി വേഗം വാങ്ങിച്ചിട്ട് വേഗം ഉപേക്ഷിക്കുന്ന ഒരാളല്ല. എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാത്തത്. അപ്പം ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കേൾക്കാൻ പറ്റില്ല. നിങ്ങളൊരു ഹെഡ്സെറ്റ് യൂസ് ചെയ്താലും കേൾക്കും. കുറച്ചാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ഒരു കാര്യമായിട്ടൊന്നും പറയില്ല. ഇനിയിപ്പോൾ നമുക്ക് ജാസ്മിനെയും ഗബ്രീനെയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. രണ്ടാളും 2 വഴിക്കായി. പക്ഷെ എന്നാലും ഗബ്രി എന്താണ് ജാസ്മിനോട് അങ്ങനെ പറയാണ്ട് പോയതാണ് ഞാൻ എടുക്കുന്നത്. യാത്ര പറഞ്ഞില്ല. കാരണം അത്രയും പേര്, ഓരോരുത്തരുടെ പേര് എടുത്ത് പറഞ്ഞ് എനിക്ക് ആരോടൊന്നും ദേഷ്യമില്ല, നമുക്ക് പുറത്ത് കണ്ടുപിട്ടാന്ന് പറഞ്ഞ്. പക്ഷെ ജാസ്മിനോട് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൾ അത്രയും സമയം കരഞ്ഞിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നത് കരഞ്ഞത് വെറുതെ ആയി കേൾക്കുന്നു. കരഞ്ഞ് എന്നിട്ടും അവളോട് ജാസ്മിൻ കരയണ്ട, ഞാൻ പോയിട്ട് വരാം, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത്രയും നമ്മൾ ഒരാൾ പോയ വിഷമം ഒരു കഴിയുമ്പോൾ നീ ഇതിനെ കഴിയുന്നേ ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിക്കില്ല. പക്ഷെ അവരെ ആശ്വസിപ്പിക്കാൻ സമയം കിട്ടിയില്ല, പോയി. പക്ഷെ എന്നാലും സ്ക്രീനിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോഴും ഒന്നും പറഞ്ഞില്ല. ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞു, ഇവരോട് മാത്രം ഒന്നും പറഞ്ഞില്ല. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രിൻ്റെയും കാര്യമാണ്. അപ്പോൾ അതൊന്നും ബാക്കോട്ടായിപ്പോയി. ശരിക്കും ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ്. അവളെ കൊണ്ട് എന്തായാലും പറ്റും. അവളെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് അയ്യോ അവൻ പോയി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് തളർന്നിരിക്കേണ്ട ആളൊന്നുമല്ല ജാസ്മിൻ. ഇതിപ്പം ഗബ്രിയുടെ സ്ഥാനത്ത് ജാസ്മിനാ പോയത് ഗബ്രി ഒന്നും ആയിരിക്കില്ല. ഓക്കെ, കുറച്ച് ചെറിയൊരു വിഷമം ചിലപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പുറത്ത് കാണിക്കുമായിരിക്കും. അറിയില്ല ഇവരുടെ ഗെയിം പ്ലാനിങ് എന്താണെന്നതാണ് ദൈവം തമ്പുരാനും പോലും അറിയില്ല. അപ്പം ശരിക്കും ഗബ്രി എന്ന് പറഞ്ഞത് നല്ലൊരു പ്ലെയറാണ്, ജാസ്മിനും നല്ലൊരു പ്ലെയറാണ്. ഇനിയെങ്കിലും അവൾ കളിച്ച് നല്ല രീതിയിൽ മുന്നേറിയിട്ട് എന്തായാലും എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവളങ്ങനെയാണ്. പെട്ടെന്ന് ഇമോഷൻസ് പുറത്തേക്ക് പ്രണയം എന്തായാലും പെട്ടെന്ന് എല്ലാം പുറത്തേക്ക് കാണിച്ചിട്ടുള്ളവരുണ്ടാവും. എല്ലാം ഉള്ളിൽ ഒതുപ്പിച്ച് ഇഷ്ടമുണ്ടെങ്കിലും പറയാനുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവം എല്ലാം ഇവളെല്ലാം പുറത്ത് കാണിക്കുന്നത് കൊണ്ടായിരിക്കും ഇവർക്ക് കുറച്ചും കൂടി ഇത്രയും നെഗറ്റീവ് വന്നത്. കാരണം അത്ര ഈ സീസൺ തന്നെ പറയുന്നത്, ഈ സീസൺ തന്നെ ആര് പേരിലും ജാസ്മിൻ ഗബ്രി പോകുമ്പോൾ അവർ പേരിൽ അറിയുന്നത് തന്നെ. ശരിക്കും അടിയിലും ഒരുപാട് പേര് കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അവരുള്ളത് കൊണ്ട് നമുക്കറിയില്ല. ഈ അൻസിബിൻ്റെ കാര്യവും ഈ സീസൺ എന്ന് പറയുന്നത് ഇവർ കയ്യിലെടുത്ത് കഴിഞ്ഞു. NCB ഉണ്ട്, ശരണ്യ, അവരൊക്കെ പിന്നെയും പുറത്തോട്ട് വന്നിട്ടുണ്ട്. ചില ആൾക്കാർ എനിക്ക് അൻസിബ എന്താ അറിയില്ല. ശരിക്കും അൻസിബെല്ലാം ഔട്ടാവേണ്ട ടൈമായി. കാരണം ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ഋഷി ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്ക്രീൻ സ്പേസ് കൂടുതൽ ഇവർക്ക് അത് തന്നെ. നമ്മൾ 24/7 ഞാൻ കാണുന്നില്ല, എനിക്ക് ടൈമില്ല കാണാൻ. അപ്പം ജാസ്മിൻ ഗബ്രി കോംബോ ഇപ്പം പോയി. അപ്പം ഇനി ഏതെങ്കിലും കോംബോ മുമ്പിലോട്ട് വരുമോ, അല്ല ഇനി എങ്ങനെയാണ് ഗെയിം പ്ലാൻ ചെയ്യുക, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അല്ല നല്ല രീതിയിൽ എല്ലാവരും കളിക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയാം. അപ്പം വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ.